Today we are going to begin with the chapter Principles of Epidemiology and Epidemiological Methods. We are going to begin with PM infectious disease today. So PM infectious disease nathu nammal padikkunna kore terms undu, prevalence, epidemiology, or so many terms we are going to study in that infectious disease chapter. So adanellam pattiyana nammal ee chapter il padikkan vannathu. So principles of epidemiology and epidemiological methods ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഐ വിൽ ട്രൈ ടു കവർ ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ ടുഡേ സെഷൻ. സോ ഫസ്റ്റ് സ്ലൈഡ്, വാട്ട് ഈസ് എപ്പിഡമോളജി? സോ നിങ്ങൾക്ക് എന്താണ് എപ്പിഡമോളജി പറ്റിയിട്ട് അറിയാണത്? ലൈക്ക് വാട്ട് ഈസ് എപ്പിഡമോളജി? എപ്പിഡമോളജിയിൽ എന്തൊക്കെ വരും? സോ ദ ഫസ്റ്റ് അബൌട്ട് ദ ടേം എപ്പിഡമോളജി ഇസ് ഡിറൈവ് ഫ്രം ദ വേർഡ് എപ്പിഡമിക്. സോ വാട്ട് ഇറ്റ് ഈസ്? എപ്പിഡമിക് എന്ന് വെച്ചാൽ എമംഗ്, എപ്പി മീൻസ് എമംഗ്, ഡെമോസ് മീൻസ് പീപ്പിൾ, ആൻഡ് ലോഗൻസ് മീൻസ് സ്റ്റഡി. So the epidemiology എന്ന ഒരു ടേം ഡിറൈവ് ചെയ്തത് എപ്പിഡം എന്നുള്ള ടേമിൽ നിന്നാണ്. ആൻഡ് ദാറ്റ് എപ്പി മീൻസ് എമംഗ്, ഡെമോസ് മീൻസ് പീപ്പിൾ, ആൻഡ് ലോഗോസ് മീൻസ് സ്റ്റഡി. സോ വാട്ട് ഈസ് എപ്പിഡമോളജി? ഇനീഷ്യലി ഈ എപ്പിഡമോളജി എന്നൊരു ടേം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഈ ഇറ്റ് കംപ്ലീറ്റ്ലി വന്നിട്ട് എപ്പിഡമിക്, ദാറ്റ് മീൻസ് സംതിങ് ഇൻഫെഷ്യസ്. സോ ഓൺലി ഫോർ ഇൻഫെഷ്യസ് ഡിസീസസ് മാത്രമായിരുന്നു ഈ എപ്പിഡമോളജി എന്നൊരു ടേം ആദ്യം വന്നിട്ട് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ടേം വന്നിട്ട് നോട്ട് ഓൺലി ഫോർ ഇൻഫെഷ്യസ് ഡിസീസ് ബട്ട് അതർ ക്രോണിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അങ്ങനെ എല്ലാ ഡിസീസിനെയും വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. സോ അത് കാരണം തന്നെ അതിന്റെ ഡെഫിനിഷൻ വന്നിട്ട് ഇവോൾവിംഗ് ആയിക്കൊണ്ടിരുന്നു. സോ നെക്സ്റ്റ് സ്ലൈഡ് സർ. നെക്സ്റ്റ് സ്ലൈഡ്. സോ അതിന്റെ ഡെഫിനിഷൻ വന്ന് നമുക്ക് കാണാൻ പറ്റും. ദ ഡെഫിനിഷൻ വാസ് ഇവോൾവിംഗ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോ ഇനീഷ്യലി ദ ഡെഫിനിഷൻ വാസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് വിച്ച് ട്രീറ്റ്സ് ഓഫ് എപ്പിഡമിക്. ആദ്യത്തെ ഡെഫിനേഷൻ അത് പറഞ്ഞിരുന്നത് ഒരു എപ്പിഡമിക്കിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ലേറ്റർ ഓൺ അത് ചേഞ്ച് ആയി ലാസ്റ്റ് അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ഈവൻസ് ഇൻ സ്പെസിഫൈഡ് പോപ്പുലേഷൻ ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റഡി ടു കൺട്രോൾ ഓഫ് ഹെൽത്ത് പ്രോബ്ലം. സോ എപ്പിഡമോളജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണ് ആ ഡിസീസ് അല്ലെങ്കിൽ ആ പ്രോബ്ലം എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്, എത്രത്തോളം അതുണ്ട് ആ പ്രോബ്ലം, അതിന് എന്തൊക്കെ ഡിറ്റർമിനൻസ് ഉണ്ടെന്ന് അറിയാനും ആൻഡ് ആ നോളജ് വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്സിലേക്ക് എന്തൊക്കെ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കോവിഡ് വന്നു, കൊറോണ വന്ന സമയത്ത് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടായി. എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഡിസീസ്, അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ എന്തൊക്കെ ഡിറ്റർമിനൻസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് അതിന്റെ കോസസ് എന്നറിഞ്ഞ് അതിന് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം. സോ ക്വാറന്റൈൻ വേണം, ഐസൊലേഷൻ വേണം, അങ്ങനെയുള്ള സ്റ്റെപ്സ് എന്തൊക്കെ എടുക്കണം എന്ന് ബൈ ദീസ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിലൂടെയാണ് നമ്മൾ ഡിറ്റർമിനൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എപ്പിഡമോളജി. സോ ഇനീഷ്യലി എപ്പിഡമോളജി വന്നിട്ട് ഓൺലി ഫോർ ഇൻഫെഷ്യസ് ഡിസീസ് ആയിരുന്നെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം എല്ലാ ഡിസീസസും എന്തിന്റെ അടിയിൽ വന്നു? എപ്പിഡമോളജിയിൽ വന്നു. സോ എവറി ഡിസീസസ് അല്ലെങ്കിൽ എവറി ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അത് എന്ത് ചെയ്യണം? അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഡിസ്റ്റർബൻസും മനസ്സിലാക്കി അതിനെ എന്തൊക്കെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ടും ആ ഹെൽത്ത് പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, അതായിരുന്നു എപ്പിഡമോളജിയുടെ എയിം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വിൽ കംസ് കമ്പോണൻസ് ഓഫ് എപ്പിഡമോളജി. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ നെക്സ്റ്റ് സ്ലൈഡ് വരുന്നു. ഐ സെയ്ഡ് ഓൾറെഡി എപ്പിഡമോളജി. നെക്സ്റ്റ് സ്ലൈഡ് ആയേ. So ഞാൻ പറഞ്ഞു ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ഡെഫിനിഷൻ വാസ് ചേഞ്ചിങ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇനീഷ്യലി എപ്പിഡമോളജി ഫോർ ഇൻഫെഷ്യസ് ഡിസീസ് മാത്രമായിരുന്നു. പിന്നെ ഒരു മാസ് ഫിനോമിന ഓഫ് ഇൻഫെഷ്യസ് ഡിസീസ് എന്ന് വന്നു. ദെൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ഡെഫിനിഷൻ വാസ് ചേഞ്ചിങ്. പക്ഷെ എങ്ങനെയൊക്കെ ഡെഫിനിഷൻ ചേഞ്ച് ആയപ്പോഴും അതിന്റെ ഒരു മേജർ 3 കമ്പോണൻസ് അത് ചേഞ്ച് ആയിട്ടേ ഇല്ല. So over a period of time, the diseases under this epidemiology change ആയിക്കൊണ്ടിരിക്കുമ്പോഴും the major 3 components of epidemiology change ആയിട്ടുണ്ടായിരുന്നില്ല. So what are the 3 components of epidemiology? അതെന്തൊക്കെയാ നോക്കിയിട്ടുണ്ടെങ്കിൽ disease frequency, distribution of disease and determinants of disease. These are the 3 major components of epidemiology. Disease frequency, distribution of disease and determinants of disease. So what is disease frequency? ഡിസീസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിസീസ് ഫ്രീക്വൻസി മീൻസ് എത്ര പേർക്ക് ആ ഡിസീസ് വരുന്നുണ്ട്, എത്ര ഏതൊക്കെ
നമ്പർ ഓഫ് പീപ്പിൾ, എത്ര നമ്പർ ഓഫ് പീപ്പിളിന് ആ ഡിസീസ് വരുന്നുണ്ട് എന്നുള്ളതായിരിക്കും ഡിസീസ് ഫ്രീക്വൻസി. നമ്മൾ കോവിഡ് ടൈമിൽ തന്നെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്നതാണ് ഡെയിലി വന്നിട്ട് ഇത്ര പേർക്ക് വീണ്ടും പോസിറ്റീവ്, ഇങ്ങനെ പോസിറ്റീവ് എന്നുള്ള ആ കണക്കുകൾ വന്നുകൊണ്ടിരുന്നു. സോ അത് തന്നെയാണ് ഡിസീസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ആ ഡിസീസ് ഫ്രീക്വൻസിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്മൾ എപ്പോഴും ഒരു റേറ്റ് ഓർ റേഷ്യോ ആയിട്ടായിരിക്കും ആ ഡിസീസ് ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുക. സോ ഡിസീസ് ഫ്രീക്വൻസി അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നതായിരിക്കും. സോ ഡിസീസ് ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ഗോട്ട് അഫക്റ്റഡ് വിത്ത് ദ ഡിസീസ്, എത്ര പേർക്ക് ആ ഡിസീസ് വെച്ച് അഫക്റ്റഡ് ആയിട്ടുണ്ട്, അതിനായിരിക്കും ഡിസീസ് ഫ്രീക്വൻസി പറയുന്നത്. അത് വന്നിട്ട് ഒരു റേറ്റ് അല്ലെങ്കിൽ ഒരു റേഷ്യോ വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് എപ്പിഡമോളജി. സെക്കൻഡ് കമ്പോണന്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്. സോ ഒരു പർട്ടിക്കുലർ ഡിസീസ് വന്നപ്പോൾ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്? ഓൾ ഓവർ ദ വേൾഡ് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും അല്ല. സർട്ടൺ ഡിസീസ് സർട്ടൺ ഏരിയയിൽ പ്രിവാലൻസ് കൂടുതലായിരിക്കും, ചില ഡിസീസ് ചില ഏരിയയിലായിരിക്കും അധികമായിട്ട് ഉണ്ടാകുക. സോ that is a second component of disease, that is distribution of disease. എങ്ങനെയാണ് ഏതൊക്കെ ഏരിയയിലാണ് ഈ ഡിസീസ് അധികമായിട്ടുള്ളത്? സോ ദാറ്റ് വിൽ ഹെൽപ്പ് us to certain etiological അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സർട്ടൺ ഡിസീസസ് സീ സൈഡ് അല്ലെങ്കിൽ ഒരു ഡാംബി ഏരിയയിലാണ് അധികം ഉണ്ടാകുന്നത്. അപ്പൊ സോ ദാറ്റ് വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ ഡാംനെസ് ആ ഡിസീസ് ഉണ്ടാകുന്നു. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് ഏത് ഏരിയയിലാണ് അധികമായിട്ടുണ്ടാകുന്നത് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. സർട്ടൺ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ അധികമായിട്ട് സർട്ടൺ മാൽനറിഷ്മെന്റിന്റെ സർട്ടൺ ഡിസീസസ് ഉണ്ടാകും. അതിന് കാരണം അവരുടെ വന്നിട്ട് ഡയറ്റിനകത്തുള്ള പ്രശ്നമാണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് us, ലൈക്ക് സർട്ടൺ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അബൌട്ട് ദ എറ്റിയോളജി, ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് വിൽ ഹെൽപ്പ് us. ദെൻ തേർഡ് കംസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ഡിസീസ്. ഡിറ്റർമിനന്റ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ അതിന്റെ എറ്റിയോളജിക്കൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമുക്ക് എന്തിന് സർട്ടൺ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓർ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസസ് ആയിരിക്കും. ദീസ് ഓൾ തിങ് വി വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ ദിസ് ചാപ്റ്റർ. സർ സ്ക്രീൻ ഷെയർ ആകുന്നില്ല. സർ yes. So aims ആണ് സർ നെക്സ്റ്റ്. സോ നമ്മൾ കമ്പോണൻസ് പറഞ്ഞു. സോ നെക്സ്റ്റ് ഈസ് എയിംസ് ഓഫ് എപ്പിഡമോളജി. എന്തൊക്കെയാണ് എപ്പിഡമോളജിയുടെ എയിംസ് എന്ന് പറയുന്നത്? സോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് എയിംസിനകത്ത്. ടു ഡിസ്ക്രൈബ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് പ്രോബ്ലം ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഫസ്റ്റ് നമുക്ക് എന്താ അറിയേണ്ടത്? ഹ്യൂമൻ പോപ്പുലേഷനിലുള്ള ഹെൽത്തിന്റെയും ഡിസീസിന്റെയും എങ്ങനെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഏതൊക്കെ രീതിയിലാണ് ഹെൽത്ത് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് ഡിസീസസ്, അത് എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് യൂസിങ് ഓൾ ദീസ് ഡേറ്റാസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ പ്ലാനിങ് എടുക്കണം. സോ ദീസ് ഓൾ തിങ്സ് വിൽ കംസ് ഇൻ ദ എയിംസ്. സോ ഫസ്റ്റ്, ടു ഡിസ്ക്രൈബ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. Second, identify the etiological factors. Third, to provide data essential to the planning, implementation and evaluation of service. നമുക്കിപ്പം കോവിഡ് വന്ന സമയത്ത് തന്നെ കോവിഡ് എങ്ങനെയായിരുന്നു, എത്രത്തോളം അത് മാഗ്നിറ്റ്യൂഡുള്ള ഡിസീസ് ഉണ്ടായിരുന്നു. സോ ഒരു വേൾഡ് വൈഡിലേക്ക് ആ ഡിസീസ് സ്പ്രെഡ് ആയി. സോ അതിന്റെ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെ സ്പ്രെഡ് ആകുന്നു, എന്തൊക്കെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ വിത്ത് ദിസ് നോളജ് ഉള്ളിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പ്ലാനിങ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ത്രീ ആർ ദ എയിംസ് ഓഫ് എപ്പിഡമോളജി. നെക്സ്റ്റ്, ഇനി ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദീസ് ത്രീ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് എപ്പിഡമോളജി, ഈ നമ്മുടെ ഈ 3 എയിമിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ആർ ദെയർ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്, അനാലിറ്റിക്കൽ സ്റ്റഡീസ്, എക്സ്പെരിമെന്റൽ ഓർ ഇന്റർവെൻഷൻ സ്റ്റഡീസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നതായിരിക്കും. സോ 3 ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ആയിരിക്കും മെയിൻലി ഇതിനകത്തുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്, അനാലിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. നമ്മൾ ഈ പറഞ്ഞ 3 എയിമിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 3 സ്റ്റഡീസ് യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് ഈസ് what is the difference between epidemiology and clinical medicine? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങളും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ അല്ലേ? സഡൻ ലൈക്ക് നമ്മുടെ ഒരു പേഷ്യന്റ് വരുന്നു, നമ്മൾ അതിനെ കണ്ടു, അതിനെ മനസ്സിലാക്കി, അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആ ക്ലിനിക്കൽ മെഡിസിൻ. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിഡമോളജി ആൻഡ് ക്ലിനിക്കൽ മെഡിസിൻ നോക്കുവാണെങ്കിൽ, ക്ലിനിക്കൽ മെഡിസിൻ ഓർ നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണ് ഇത് ചെയ്യുന്നത്? ടു ദോസ് പേഷ്യന്റ് ഹു ആർ കമ്മിങ് ടു അസ്.
അതായത് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന ആ ഹോസ്പിറ്റലിൽ വന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഒരു ഡിസീസ്ഡ് പേഷ്യന്റിന് മാത്രമായിരിക്കും നമ്മൾ അതിനെ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ബട്ട് വൈൽ ഇൻ എപ്പിഡമോളജി വന്നിട്ട് ഇറ്റ് കൺസേൺ ദ എൻറ്റയർ പോപ്പുലേഷൻ. ഒരു എൻറ്റയർ പോപ്പുലേഷന് വേണ്ടിയിട്ടായിരിക്കും എപ്പിഡമോളജിക്കലിന്റെ സ്റ്റഡീസ് നടക്കുക. സോ അവിടെ ബോത്ത് ദ സിക്ക് ആൻഡ് ഹെൽത്ത് കൺസേൺ ആയിരിക്കും. While in clinical medicine, only the deceased individual is concerned. While in epidemiology, both the sick and health are concerned ആയിരിക്കും. നെക്സ്റ്റ് ഇനി ഈ എപ്പിഡമോളജി നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യും എന്നുള്ളതാണ്. ദ മെഷർമെന്റ് ഓഫ് എപ്പിഡമോളജി. സോ ഒത്തിരി ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആർ അവൈലബിൾ നമുക്ക് ഈ എപ്പിഡമോളജി മെഷർ ചെയ്യാനായിട്ട്. മോർട്ടാലിറ്റി നമുക്ക് മെഷർ ചെയ്യാം, മോബിലിറ്റി വെച്ച് നമുക്ക് മെഷർ ചെയ്യാം, മെഷർമെന്റ് ഓഫ് ഡിസബിലിറ്റി, measurement of presence, absence or distribution of the characteristic or attributes of the disease. ഞാൻ വീണ്ടും എക്സാമ്പിൾ നമ്മുടെ കോവിഡിന്റെ കാര്യം തന്നെ പറയാണ്. സോ കോവിഡ് വന്നപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഫസ്റ്റ് നമ്മൾ അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്നു. സോ ഹൈ ആയിരുന്നു. സോ ഒരു സിവിയർ ആയിട്ടൊരു ഡിസീസ് ആണെന്ന് മനസ്സിലാക്കി. മോബിലിറ്റി നോക്കുന്നു, എത്ര പേർക്ക് അസുഖം ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കുന്നു, പുതിയതായിട്ട് എത്ര പേർക്ക് വരുന്നുണ്ടെന്ന് നോക്കുന്നു, അത് കാരണം എത്രത്തോളം ഡേയ്സ് അവർക്ക് ലീവ് എടുക്കേണ്ടി വരുന്നു, ദാറ്റ് ഷോസ് ദ ഡിസബിലിറ്റി. ഓർ എത്രത്തോളം അവർക്ക് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. സോ അതെല്ലാം വന്ന് ഡിസബിലിറ്റിയിൽ കാണിക്കും. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ആ ഡിസീസിന്റെ ആട്രിബ്യൂട്ട്സിനെ മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾ ദീസ് തിങ് വിൽ കംസ്. ഇതെല്ലാം ഈ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് എപ്പിഡമോളജി മെഷർമെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഈ എപ്പിഡമോളജി പഠിക്കുമ്പോൾ കാണുന്ന കുറച്ച് അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു രണ്ട് ടേംസ് ആണ് വേരിയേറ്റ് ആൻഡ് സർക്കംസ്റ്റൻസ്. വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എനി പീസ് ഓഫ് ഇൻഫർമേഷൻ റെഫറിംഗ് ടു പേഷ്യന്റ് ഓർ ഹിസ് ഡിസീസ്. എനിത്തിങ് ആകാം. ഇപ്പം പേഷ്യന്റിന് ക്യാൻസർ, ലങ് ക്യാൻസർ ഉണ്ടോ ഇല്ലോ, സോ ദാറ്റ് ലങ് ക്യാൻസർ ക്യാൻ ബി എ വേരിയേറ്റ്. ഓർ എ സ്മോക്കിംഗ്, അതൊരു വേരിയേറ്റ് ആയിട്ട് മാറാം. സോ വേരിയേറ്റ് ഈസ് എനി പീസ് ഓഫ് ഇൻഫർമേഷൻ റെഫറിംഗ് ടു ദ പേഷ്യന്റ് ഓർ ഹിസ് ഡിസീസ്. ആ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. സ്മോക്കിംഗ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സ്മോക്കിംഗ് അതൊരു വേരിയേറ്റ് ആകാം. ഒരു ലങ് ക്യാൻസർ, ഒരു ഡയബറ്റിക് മെലിറ്റസ്, ഇതെല്ലാം വന്നിട്ട് ഒരു വേരിയേറ്റ് ആകാം. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് വേരിയേറ്റ്സ് ആർ ദെയർ. ഫസ്റ്റ് ഈസ് ഡിസ്ക്രീറ്റ് വേരിയേറ്റ്സ് ആൻഡ് സെക്കൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയേറ്റ്. അതെന്താ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിച്ചു ലൈക്ക് നിങ്ങൾ സ്മോക്കർ ആണോ അല്ലയോ, സോ ഓൺലി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉള്ളൂ അവിടെ. സോ അങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ വെച്ച് മാത്രം പറയുന്ന ആൻസേഴ്സ് ആണെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് എന്ന് പറയും. വൈൽ കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചേഞ്ച് ആകുന്ന വാല്യൂസ് ആയിരിക്കും. ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ ലെവൽ അല്ലെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ ലെവൽ, ഇങ്ങനെ വേരിയേറ്റ് ചെയ്യുന്ന ഒരു ലെവലിനാണെങ്കിൽ അതിനായിരിക്കും കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുക. അപ്പൊ നമ്മൾ പേഷ്യന്റിന് ഷുഗർ ഉണ്ടെന്ന് ഒറ്റ റീഡിങ് നോക്കിയിട്ടായിരിക്കില്ല പറയുക. സോ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ നോക്കിയെടുക്കുന്ന ഒരു വേരിയേറ്റ് ആണെങ്കിൽ അതിനായിരിക്കും കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുക. So two type of variates are there, discrete variate and continuously distributed variate. Any circumstances എന്ന് വെച്ചാൽ any factor in the environment that might be suspected of causing disease. അപ്പൊ നമ്മൾ പറഞ്ഞു വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ പേഴ്സണെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആകാം അല്ലെങ്കിൽ ഒരു ഡിസീസ് ആകാം. വൈൽ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് ആ ഡിസീസ് ഉണ്ടാക്കാനുള്ള ഒരു സർക്കംസ്റ്റാൻസസിനെ ആയിരിക്കും നമ്മൾ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ ഹൈപ്പോത്തസിസിലേക്ക് വരിക. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു റിസ്ക് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സർക്കംസ്റ്റാൻസ് എന്ന ടേം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിപ്പോ പറഞ്ഞു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടെന്ന്. ഡിസ്ക്രീറ്റ് ഡേറ്റ ആണ്, അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അസുഖം വന്നിട്ട് എസ് ഓർ നോ വെച്ച് മാത്രം അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് മാത്രം പറയുന്ന ഒരു അസുഖമാണെങ്കിൽ ആ കിട്ടുന്ന ഡേറ്റ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വി വിൽ റെപ്രസെന്റ് ഇറ്റ് ബൈ റേറ്റ്. ഇത്ര ശതമാനം ആൾക്കാർ സ്മോക്കേഴ്സ് ആണ്, ഇത്ര ശതമാനം പേർക്ക് ക്യാൻസർ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ അതിന്റെ ഡേറ്റ വന്നിട്ട് റെപ്രസെന്റ് ചെയ്യുക. വൈൽ കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കും. ദെൻ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക ബൈ മീൻ, സെന്റൈൽ, സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. സോ നമ്മൾ എങ്ങനെ പറയും, ഒരു നോർമൽ BP അല്ലെങ്കിൽ മീൻ ബ്ലഡ് പ്രഷർ ഇതാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് ഇത്ര മുതൽ ഇത്ര വരെ നമുക്കത് നോർമൽ എന്ന് പറയാം. സോ ഒരു കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീൻ, സെന്റൈൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയുള്ള ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ വേരിയേറ്റ് എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് ഓർ ഇൻഫർമേഷൻ റെഫറിംഗ് ടു ദ പേഷ്യന്റ് ആയിരിക്കും. ടു ടൈപ്സ് ഓഫ് വേരിയേറ്റ് ആർ ദെയർ, discrete variate and continuously distributed variate.
ഡിസ്ക്രീറ്റ് മീൻസ് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേരിയേറ്റിനായിരിക്കും ഡിസ്ക്രീറ്റ് പറയാം. ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നതായിരിക്കും. അതിന് നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു റേറ്റ് വെച്ചിട്ടായിരിക്കും. സോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്ര പെർസെന്റേജ് ഓഫ് പീപ്പിളിന് അസുഖമുണ്ട്, ഇത്ര പെർസെന്റേജ് ഓഫ് പീപ്പിൾ ആ എക്സ്പോഷർ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റ് ഓഫ് പീപ്പിൾ സ്മോക്കേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. ഡിസ്ക്രീറ്റ് വേരിയേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് റേറ്റ് വെച്ചിട്ടാണെങ്കിൽ, കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയസ് നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചിട്ട് വി വിൽ റെപ്രസെന്റ് ഇറ്റ് ബൈ എ മീൻ, സെന്റൈൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെയുള്ള ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓൾ ദീസ് ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, ടൂൾസ് ഓഫ് മെഷർമെന്റ്. എന്തൊക്കെയായിരിക്കും നമ്മൾ നേരത്തെ പറയില്ല റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അതിനെയാണ് ടൂൾസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുക. സോ വാട്ട് ഈസ് റേറ്റ്? റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റേറ്റ് എത്ര പേർക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര ഡെത്ത് ഉണ്ടായി, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എത്ര ഡെത്ത് ഉണ്ടായി, സോ അതിനായിരിക്കും നമ്മൾ ഡെത്ത് റേറ്റ് എന്ന് പറയുക. സോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കണം, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കണം, ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കണം. സോ ന്യൂമറേറ്ററിൽ നമ്മൾ എന്താണോ നോക്കുന്നത്, ഇപ്പം ഒരു ഡെത്ത് റേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ 1 ഇയർ, അതായിരിക്കും ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ആ പോപ്പുലേഷന്റെ ടോട്ടൽ പോപ്പുലേഷൻ ഓർ മിഡ് ഇയർ പോപ്പുലേഷൻ, ആ പർട്ടിക്കുലർ ഇയറിലുള്ള ആ പർട്ടിക്കുലർ ഏരിയയിലെ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻടു 1000, അതായിരിക്കും ഡെത്ത് റേറ്റ് എന്ന് പറയുക. സോ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റിന് ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും, ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കും. സോ റേറ്റ് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ഒക്കുറൻസ് ഓഫ് സം പർട്ടിക്കുലർ ഈവന്റ് ഇൻ എ പർട്ടിക്കുലർ ടൈം പീരീഡ് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഒരു പർട്ടിക്കുലർ ഈവന്റ് ഒരു പർട്ടിക്കുലർ ടൈമില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് അതിന്റെ ഒക്കുറൻസ്, അതായിരിക്കും നമ്മൾ റേറ്റിലൂടെ കാണിക്കുന്നത്. സോ എക്സാമ്പിൾ, ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ. സോ 2021 ഡെത്ത് റേറ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന്റെ റേറ്റ് ആയിട്ട് എങ്ങനെ പറയും? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ in 2021 divided by mid-year population of India in 2021 into 1000. അതിനായിരിക്കും റേറ്റ് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേറ്റ്. ക്രൂഡ് റേറ്റ് ഉണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ക്രൂഡ് റേറ്റ് ആണ്. ഇനി സ്പെസിഫിക് റേറ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡിസീസ് കാരണം മരിച്ചവരാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് വരും. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ ഡ്യൂ ടു ട്യൂബർകുലോസിസ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ ഇൻ പർട്ടിക്കുലർ ഏജ്. അങ്ങനെ ഓരോ രീതിക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ സ്പെസിഫിക് റേറ്റ് നമുക്ക് പറയാൻ പറ്റും. സോ അതായിരിക്കും റേറ്റ് എന്ന് പറയാം. സോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ഒക്കുറൻസ് ഓഫ് ഒരു പർട്ടിക്കുലർ ഇവന്റിന്റെ ഒക്കുറൻസ് എവിടെ? ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ. സോ പോപ്പുലേഷൻ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ. സോ ഏത് ടൈം ആണെന്ന് അതിനകത്ത് കറക്റ്റ് ആയിട്ട് മെഷർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആൻഡ് സോ ദാറ്റ് ഈസ് റേറ്റ്. എങ്ങനെയായിരിക്കും? ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ന്യൂമറേറ്റർ ആയിരിക്കും ആ പർട്ടിക്കുലർ ഈവന്റ്, ഡിനോമിനേറ്റർ ആയിരിക്കും ദാറ്റ് പർട്ടിക്കുലർ പോപ്പുലേഷൻ, ആൻഡ് ഇൻടു 1000 ഒരു മൾട്ടിപ്ലയർ വെക്കും. സോ ദാറ്റ് വി ക്യാൻ റെപ്രസെന്റ് ഇൻ എ പ്രോപ്പർ വാല്യൂ. ഒരു വാല്യൂ ആയിട്ട് കാണിക്കാനായിട്ട് ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കും. യൂഷ്വലി നമ്മൾ 1000 ആയിരിക്കും യൂസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എ റേറ്റ്. ദെൻ റേഷ്യോ. റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ വന്നിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പറയത്തില്ലേ ഇത്ര പേഷ്യൻസിന് ഇത്ര ഡോക്ടേഴ്സ് വേണമെന്ന്. സോ അതാണ് റേഷ്യോ ആക്ച്വലി. സോ ഹിയർ ഇവിടെ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ബട്ട് ന്യൂമറേറ്റർ വോണ്ട് ബി എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ ന്യൂമറേറ്റർ വന്നിട്ട് ഡിനോമിനേറ്ററിന്റെ ഒരു പാർട്ട് ആയിരിക്കത്തില്ല. സോ ഹിയർ വന്നിട്ട് നമ്മൾ എന്തായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? എ റിലേഷൻ ഇൻ സൈസ് ബിറ്റ്വീൻ 2 റാൻഡം ക്വാണ്ടിറ്റീസ്. 2 റാൻഡം ആയിട്ടുള്ള ക്വാളിറ്റിയുടെ റിലേഷൻ കാണിക്കുകയാണ് സൈസിൽ. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇൻ എ ഒരു പർട്ടിക്കുലർ വില്ലേജിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലുള്ള നമ്പർ ഓഫ് പേഷ്യൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് രണ്ടും വരുവാണ്. സോ ദാറ്റ് ഷോസ് ദ റേഷ്യോ. ഇവിടെ എന്തായിരിക്കും നമ്മൾ കാണിക്കുന്നത്? രണ്ടുപേരുടെയും സൈസ് തമ്മിലൊരു കമ്പാരിസൺ, അതായിരിക്കും റേഷ്യോയിൽ എടുക്കുക. സോ ഹിയർ വാട്ട് the numerator won't be a part of denominator. So മേളിൽ വരുന്ന total number of patients in ഒരു particular district divided by total number of doctors in a particular district. So doctors is the denominator. അത് വന്നിട്ട് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കത്തില്ല. സോ ന്യൂമറേറ്റർ won't be a part of denominator. അതായിരിക്കും റേഷ്യോയിൽ ഉണ്ടാകുക. ഇത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? To express a relation
in size between two random quantities, that is ratio. Then comes the proportion. Proportion എങ്ങനെ ആയിരിക്കും? ഇവിടെ വന്നിട്ട് ഇവിടെ numerator always a part of denominator ആയിരിക്കും. ഇവിടെ numerator always a part of denominator ആയിരിക്കും. ഇതെന്തായിരിക്കും കാണിക്കുന്നത്? Proportion is a ratio which indicates the relation in magnitude of a part of the whole. So ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് ഒരു പർട്ടിക്കുലർ, ഇപ്പൊ കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലുള്ള കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് ബ്രോങ്കിയൽ ആസ്തമ ഉണ്ട്? So how I can represent this data? By a proportion. So total number of children with bronchial asthma in Kollam in 2021 divided by total number of children in Kollam district in this particular time into 100. അതായിരിക്കും proportion എന്ന് പറയുന്നത്. So proportion നമ്മൾ ഒരു particular disease ന്റെ magnitude കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. So this is the difference between rate, ratio and proportion. സർ എന്റെ സ്പീഡ് ഓവർ കൂടുതലല്ലോ അല്ലേ? ഡോക്ടറെ ഒരു അല്പ സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കോളേജിലെ സ്റ്റുഡൻസിന് ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് ഡോക്ടേഴ്സ് ആണ്, അവരുടെ ആ ഒരു കപ്പാസിറ്റി ഒരല്പം പുറകോട്ടായിരിക്കും. കുടുംബവും പ്രാരാബ്ദവും ഒക്കെ ഉള്ളവരുണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് അല്പം കൂടെ സ്ലോ ആയിട്ട് പോകാൻ തോന്നുന്നു. ഓക്കെ, നമ്മുടെ സമയമുണ്ട്. ഓക്കെ സർ. ഓക്കെ, സോ ഇതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റേറ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. സോ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എപ്പോഴും എന്തിനെ ഓരോ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എഗെയിൻ ഐ എം ടെല്ലിംഗ്, നമ്മൾ എന്തിനാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്? ഏതൊരു നമ്മളിപ്പം നമ്മൾ ഓരോ ഡിസീസ് പഠിക്കുമ്പോഴും ഇതിന്റെ ഇൻസിഡൻസ് ഇത്ര പേർക്കുണ്ട്, ഇന്ന കമ്മ്യൂണിറ്റിയിൽ ഇത് പ്രിവാലൻസ് ആയിരിക്കും, ഇന്ന ഏജ് ഗ്രൂപ്പിൽ ഇത് കൂടുതലായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ എവിടെ നിന്നാണ് വന്നത്? ഇങ്ങനെയുള്ള എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് മൂലമാണ് നമുക്ക് ആ ഡേറ്റാസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇപ്പൊ കോവിഡ് വന്ന ടൈമിൽ തന്നെ ഇതാണ് അതിന്റെ റീസൺ, ഇത്ര പേർക്ക് വന്നു, ഇങ്ങനെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാം, എങ്ങനെ ഇതൊക്കെ എങ്ങനെ വന്നു? ത്രൂ ദിസ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ഓൺലി. ഓക്കെ, സോ അതുകൊണ്ടാണ് വി ആർ സ്റ്റഡിങ് ദിസ് ചാപ്റ്റർ. സോ വി ഓൾറെഡി ഡിസ്കസ് ടൂൾസ് ഓഫ് മെഷർമെന്റ്. 3 തരത്തിലുള്ള ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം: റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു യൂസ് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഈവന്റ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഡിസീസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഡെത്ത്, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഈവന്റിനെ നമുക്ക് കാണിക്കണം. സോ മെഷേഴ്സ് ദ ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ ഈവന്റ് ഇൻ എ പർട്ടിക്കുലർ ടൈം ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഈവന്റ് എന്താണ്? ഡെത്ത്. പ്ലേസ് എവിടെയാണ്? ഇന്ത്യ. ടൈം എപ്പോഴാണ്? 2022. സോ അതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ in 2022 divided by, ഇനി ഡിനോമിനേറ്റർ എന്ത് വരും? The whole population. So media population will be the denominator into 1000. അതായിരിക്കും റേറ്റ് എന്ന് കാണിക്കുക. നമുക്ക് പലതരത്തിലുള്ള റേറ്റ്സ് ഉണ്ടാക്കാം. ഇതെല്ലാം ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കണം. ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കണം, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കണം, ആ ടൈം സ്പെസിഫൈഡ് ആയിരിക്കണം, ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ഈസ് റേഷ്യോ. റേഷ്യോ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? 2 കമ്പോണൻസ് അല്ലെങ്കിൽ 2 റാൻഡം ക്വാളിറ്റീസിനെ കമ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സെക്സ് റേഷ്യോ പറയത്തില്ലേ? മെയിൽ ഈസ് ടു ഫീമെയിൽ, ഇത്ര മെയിൽ ഉണ്ട് ഈ പോപ്പുലേഷനിൽ, ഇത്ര ഫീമെയിൽ ഉണ്ട് ഈ പോപ്പുലേഷനിൽ. സോ ഇവിടെ എന്തായിരിക്കും? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ പാർട്ട് ആയിരിക്കത്തില്ല. നമ്മൾ എക്സാമ്പിൾ പറയാണ്, ഒരു പർട്ടിക്കുലർ, ഇപ്പൊ നമ്മൾ കൊല്ലം ജില്ല തന്നെ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ 60% ആണുങ്ങളും 40% ഫീമെയിൽസും ആണ് പറയുന്നത്. സോ ദ ന്യൂമറേറ്റർ വിൽ ബി ദ മെയിൽസ്, ദാറ്റ് ഈസ് 60. ഡിനോമിനേറ്റർ ഈസ് ഫീമെയിൽ, ദാറ്റ് ഈസ് 40. സോ ഹിയർ ന്യൂമറേറ്റർ വോണ്ട് ബി എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഒരിക്കലും ഡിനോമിനേറ്ററിന്റെ പാർട്ട് ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് റേഷ്യോ. ഇനി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ പാർട്ട് ആയിരിക്കും. ഇത് എപ്പോഴും എന്തിനായിരിക്കും? ഒരു പർട്ടിക്കുലർ തിങ്ങിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്യുക. സോ ഇതാണ് 3 ടൂൾസ് ഓഫ് മെഷർമെന്റ് വി കോമൺലി യൂസ്ഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് നമ്മൾ എപ്പിഡമോളജിനെ മെഷർ ചെയ്യുക? നമ്മൾ പറഞ്ഞു മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി വിൽ ഹെൽപ്പ് us, മെഷർമെന്റ് ഓഫ് മോർബിഡിറ്റി വിൽ ഹെൽപ്പ് us. സോ അതിൽ നമ്മൾ ഈ 2 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ്, റൈറ്റ്? ഡെത്തിനെയല്ലേ നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. സോ മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി, ഒരു പർട്ടിക്കുലർ ഡിസീസിന്റെ കാരണം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാൻസർ കാരണം എത്ര പേര് മരിച്ചു, ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ
ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ആർ ദെയർ. നമ്മൾ ഒരു ഡെത്ത് നടന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 7 days അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ആ രജിസ്റ്റേഴ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ്സ് എടുക്കാൻ പറ്റും. അതിനകത്ത് കോസ് ഓഫ് ഡെത്ത് വിൽ ബി ദെയർ. സോ ആ കോസ് ഓഫ് ഡെത്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഡിസീസ് കാരണം ഇത്ര പേര് ഈ ഒരു ലൊക്കാലിറ്റിയിൽ മരിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി. ബേസിസ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇനി ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിൻലി 2 പാർട്സ് ഉണ്ടായിരിക്കും, ഇമ്മീഡിയറ്റ് കോസ് ആൻഡ് അണ്ടർലൈൻ കോസ്. ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കണ്ടീഷനും ഇമ്മീഡിയറ്റ് അണ്ടർലൈൻ കോസസ് ഉണ്ടാകണം എന്നില്ല. എന്നാലും നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇമ്മീഡിയറ്റ് കോസും അണ്ടർലൈൻ കോസും ഉണ്ടായിരിക്കും. അന്നേരം ഡെത്ത് ഉണ്ടാകാനുള്ള കോസസ് ഇമ്മീഡിയറ്റ് കോസ്. അതിന് അണ്ടർലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെയായിരിക്കും അണ്ടർലൈൻ കോസ് എന്ന് പറയുക. സോ ഇത് രണ്ടുമുള്ള പേഷ്യൻസിൽ ഇത് രണ്ടും എഴുതിയിരിക്കണം. ബിക്കോസ് ഇവിടെ ഇമ്മീഡിയറ്റ് കോസ് മാത്രമായിരിക്കില്ല ഡെത്തിന്റെ കാരണം, ആ അണ്ടർലൈൻ കോസ് കൂടെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ മെയിൻ 2 പാർട്സ് ആണ്, കോസ് ആൻഡ് അണ്ടർലൈൻ കോസ്. ദെൻ ഇനി നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ല, നമ്മൾ എപ്പോഴും മോർട്ടാലിറ്റി മെഷർ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡെത്തിന്റെ രജിസ്ട്രേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും മോർട്ടാലിറ്റിയുടെ ഒരു റേറ്റ് എടുക്കുക. മോർട്ടാലിറ്റി റേറ്റ് എപ്പോഴും നമുക്ക് കിട്ടുക ബൈ ചെക്കിംഗ് ദിസ് ഡെത്ത് റെക്കോർഡ്സ് ഡേറ്റ. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ ദർ വിൽ ബി സർട്ടൻ ലിമിറ്റേഷൻസ് അല്ലേ. എല്ലാ ഡെത്തും രജിസ്റ്റർ ആയിരിക്കണം നിർബന്ധമുണ്ട്. നമ്മുടെ ഇപ്പം ഈ വഴിയിലൊക്കെ നടക്കുന്നവർ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടുള്ള ആൾക്കാർ, ഇല്ലിറ്ററേറ്റ് ആൾക്കാർ, അവരെല്ലാ ഡെത്തും വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നില്ല. സോ അത് കാരണം ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഡേറ്റയ്ക്ക്. ഇൻകംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ഡെത്ത്. സെക്കൻഡ് ഈസ് ലാക്ക് ഓഫ് ആക്യുറസി. ഇനി ആ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തന്നെയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം എന്നില്ല. ചിലപ്പം അതിന്റെ കോസ് ഓഫ് ഡെത്ത് മിസ്സായിട്ടുണ്ടായിരിക്കാം, കറക്റ്റ് ആയിട്ടുള്ള ഏജ് മിസ്സായിട്ടുണ്ടായിരിക്കാം, സെക്സിന് വ്യത്യാസം വരത്തില്ല, എന്നാലും പല രീതിക്കുള്ള അക്യുറസി ലാക്ക് ഉണ്ടായിരിക്കാം അതിനകത്ത്. സോ അത് കാരണം നമുക്ക് കിട്ടുന്ന ഡേറ്റ വന്നിട്ട് തെറ്റായിരിക്കാം. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഒന്നും ഇല്ല ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. സോ അത് കാരണം ഒരു ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കാം. ഇനി ഒരു 2-3 കോഴ്സ് ഉള്ള ടൈമിൽ ഡോക്ടർ വന്നിട്ട് ഒരു പർട്ടിക്കുലർ കോഴ്സ് മാത്രം എടുക്കുകയും അതിന്റെ അണ്ടർലൈൻ ആയിട്ടുള്ള കോഴ്സിനെ എടുക്കാണ്ടിരിക്കുകയും ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഐ സൈഡ് ഓൾറെഡി 2 തരത്തിലുള്ള രീതി കാണിക്കും, ഇമ്മീഡിയറ്റ് കോഴ്സ് ആൻഡ് അണ്ടർലൈൻ കോഴ്സ്. ഇവിടെ ഡോക്ടർ വന്നിട്ട് ആ ഇമ്മീഡിയറ്റ് കോഴ്സ് മാത്രം എഴുതുകയാണ്. പക്ഷെ ആ ഇമ്മീഡിയറ്റ് കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് ഉണ്ടാവുന്നത് ചിലപ്പം റീസൺ ദാറ്റ് അണ്ടർലൈൻ കോഴ്സ് ആയിരുന്നിരിക്കാം. സോ ഹിയർ ദിസ് അണ്ടർലൈൻ കോഴ്സ് എഴുതാതെ ഒരു സിംഗിൾ കോഴ്സ് ഓഫ് ഡെത്ത് മാത്രം എഴുതുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ലിമിറ്റേഷൻ. ദെൻ കേസസ് വിത്ത് അല്ലെങ്കിൽ ഡിസീസസ് വിത്ത് ലോ ഫെറ്റാലിറ്റി. ഇവിടെ നമുക്ക് ചിലപ്പോൾ കേസസ് കിട്ടണം എന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മെന്റൽ ഡിസീസ് അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിസ് ഒക്കെ വന്നിട്ട് ഡെത്ത് ഉണ്ടാകുകയാണെങ്കിൽ it will be difficult for us to get the data. So ഇതെല്ലാം വന്നിട്ട് ഒരു മോർട്ടാലിറ്റി ഡേറ്റയുടെ ലിമിറ്റേഷൻസ് ആയിരിക്കും. ഇനി മോർട്ടാലിറ്റി ഡേറ്റയുടെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് എന്തിനായിരിക്കും ഒരു ഡിസീസസിന്റെ സിവിയറിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിസ് മോർട്ടാലിറ്റി ഡേറ്റ വിൽ ഹെൽപ്പ് us. ബിക്കോസ് എപ്പോഴും ഒരു സിവിയറിറ്റി ലെവലിലേക്കായിരിക്കുമല്ലോ ഡെത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു ഡിസീസിന്റെ സിവിയറിറ്റി അറിയാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ ഹെൽപ്പ് us? ദിസ് മോർട്ടാലിറ്റി ഡേറ്റ വിൽ ഹെൽപ്പ് us. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി ഡേറ്റയുടെ മെഷർമെന്റ് ഓഫ് എപ്പിഡമോളജിയുടെ ഏറ്റവും ഫസ്റ്റ് തിങ് ഈസ് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി ഡേറ്റ. മോർട്ടാലിറ്റി ഡേറ്റ മീൻസ് എന്താണ്? എത്ര പേര് മരിച്ചിട്ടുണ്ട്, അതിനാണ് മോർട്ടാലിറ്റി ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യും? ഫ്രം ഡെത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നായിരിക്കും നമുക്ക് ആ ഡേറ്റ കിട്ടുക. ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അവരുടെ കോസ് ഓഫ് ഡെത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ ഫ്രം ദ ഡെത്ത് സർട്ടിഫിക്കറ്റ് വിൽ ഗെറ്റ് ദ ഡേറ്റ. ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് 2 കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇമ്മീഡിയറ്റ് കോസ് ആൻഡ് അണ്ടർലൈൻ കോസ്. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ നമ്മൾ മോർട്ടാലിറ്റി ഡേറ്റ എടുക്കുമ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും? എല്ലാ ഡെത്ത്സും വന്നിട്ട് റിപ്പോർട്ടഡ് ആയിരിക്കില്ല. ഒരു പർട്ടിക്കുലർ ഡിസീസ് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോവിഡ് വന്നിട്ട് തന്നെ എത്ര പേര് മരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് നമ്മൾ. certain ആൾക്കാർ ഇത് പുറത്തു പോലും പോയിട്ടുണ്ടാവില്ല, അവർക്ക് കോവിഡ് ആയിരുന്നു എന്ന്, അവർ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ കോവിഡ് വന്ന് മരിച്ചതായിരുന്നു എന്ന്. സോ നമ്മുടെ കിട്ടിയിട്ടുള്ള ഡേറ്റ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് കോവിഡ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല, കാര്യം ഒരു 10 പേര് മിസ്സായിട്ടുണ്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യാതെ. സോ ഇൻകംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ഡെത്ത്. അടുത്ത ലാക്ക് ഓഫ് ആക്യുറസി. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ആ ഡേറ്റ അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ സെക്സ് ഇതിനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാത്തത് കാരണം നമുക്ക് കിട്ടുന്ന ഡേറ്റ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രശ്നംസ് ഉണ്ടാകാം. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ഒരു സിംഗിൾ കോഴ്സ് മാത്രം ഡെത്തിന് എടുത്തിട്ടതാണെങ്കിൽ അണ്ടർലൈൻ കോഴ്സസ് എല്ലാം മിസ്സാകും.
ഡിസീസ് വിത്ത് ലോ ഫാറ്റാലിറ്റിയിലും നമുക്ക് ഡേറ്റ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മോർട്ടാലിറ്റി ഡേറ്റ. നെക്സ്റ്റ് ഈസ് ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ്സ് ആൻഡ് റേഷ്യോ പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൂഡ് ഡെത്ത് റേറ്റ്. ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, അതായിരിക്കും ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുക. സോ ഇന്ത്യയുടെ ക്രൂഡ് ഡെത്ത് റേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? Total number of people died in India in 2021 divided by mid-year population of India in 2021 into 1000. That will be the crude death rate of India. ഇനി സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറയുകയാണെങ്കിൽ, സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡിസീസ് കാരണം എത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏജിൽ എത്ര പേര് മരിച്ചു, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോസ് ഓർ എ സ്പെസിഫിക് ഏജ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സെക്സ്, ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പെസിഫിസൈ ചെയ്ത് പറയുന്നതിനായിരിക്കും സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുക. ഒരു കോസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ആകാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് പറയാം, നമുക്ക് ഏജ് വെച്ചിട്ട് അല്ലെങ്കിൽ സെക്സ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറയാം. സോ അതിനെയായിരിക്കും സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുക. ദെൻ തേർഡ് ഈസ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസീസ് കാരണം എത്ര പേര് മരിച്ചു, അതായിരിക്കും കേസ് ഫെറ്റാലിറ്റി റേറ്റ്. സോ നമുക്ക് കേസ് ഫെറ്റാലിറ്റി റേറ്റ് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യാൻസർ കാരണം എത്ര പേര് മരിച്ചു, ക്യാൻസറിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് നോക്കുവാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു ക്യാൻസർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്യാൻസർ കേസസ്. ഒരു ഇന്ത്യയിൽ ക്യാൻസർ കാരണം എത്ര പേര് മരിച്ചു ഡിവൈഡഡ് ബൈ ഇന്ത്യയിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട് ഇൻറ്റു 100. അത് നമുക്ക് എന്ത് തരും? കേസ് ഫെറ്റാലിറ്റി റേറ്റ് തരും. ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് കാരണം എത്ര പേര് മരിച്ചു ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ ഡിസീസ് എത്ര പേർക്ക് ഉണ്ട്, അതായിരിക്കും കേസ് ഫെറ്റാലിറ്റി റേറ്റ്. ഇനി പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസീസിന്റെ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ എങ്ങനെ പറയും? നമ്മളിപ്പോ കേസ് ഫെറ്റാലിറ്റി റേറ്റിനകത്ത് എന്ത് പറഞ്ഞു? ക്യാൻസർ കാരണം എത്ര പേര് മരിച്ചു ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട്, അതാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്. ഇനി പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ക്യാൻസർ കാരണം 2021 എത്ര പേര് മരിച്ചു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ 2021. സോ ദിസ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി കാണിക്കുന്ന എന്തായിരിക്കും? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായ 1000 ഡെത്തില് 600 പേര് മരിച്ചതും ക്യാൻസർ വന്നിട്ടായിരിക്കും. ഇതായിരിക്കും പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് കാണിക്കുക. സോ കേസ് ഫെറ്റാലിറ്റി റേറ്റ് കാണിക്കുന്നത് ക്യാൻസർ ഉള്ള 100 പേരിൽ 40 പേര് ഈ വർഷം മരിച്ചു എന്ന് കേസ് ഫെറ്റാലിറ്റി റേറ്റ് കാണിക്കും. വൈൽ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് കാണിക്കുന്നത് ഇന്ത്യയിൽ ഉണ്ടായ 1000 മരണങ്ങളിൽ 500 മരണം ക്യാൻസർ കാരണമായിരുന്നു. ഇതായിരിക്കും പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് കാണിക്കുന്നത്. ദെൻ സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡിസീസിൽ ഇത് മിക്കവാറും എടുക്കുന്നത് ഇങ്ങനെയുള്ള ലൈക്ക് ഒരു ക്രോണിക് ഇങ്ങനെ ഒരു ടെർമിനേറ്റിംഗ് ഇൽനെസ്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സർവൈവൽ റേറ്റ് നോക്കുക. സോ സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീണ്ടും ക്യാൻസർ തന്നെ പറയുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് അലൈവ് ആഫ്റ്റർ 5 years. ഇപ്പം ആ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ 5 വർഷത്തിന് ശേഷം എത്ര പേര് ജീവനോടെ ഉണ്ട് ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് അസുഖമുണ്ട് ഇൻറ്റു 100. ഇതായിരിക്കും സർവൈവൽ റേറ്റ് കാണിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ റേറ്റ്സ് ഓർ റേഷ്യോസ് വിച്ച് ഹെൽപ്പ് us ടു കാൽക്കുലേറ്റ് ദിസ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി റേറ്റ്സ് ആൻഡ് റേഷ്യോസിനകത്ത് പറയുന്നതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ്, സ്പെസിഫിക് ഡെത്ത് റേറ്റ്, കേസ് ഫെറ്റാലിറ്റി റേറ്റ്, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്, സർവൈവൽ റേറ്റ്. ഇനി ലാസ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റ് ഓർ സ്റ്റാൻഡർഡൈസ് റേറ്റ്. ഇത് വന്നിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് ഈസ് ഈ അഡ്ജസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസിൽ എന്താ ചെയ്യണേ വെച്ചാൽ ഇപ്പോ നമ്മൾ 2 കൺട്രിയുടെ ഡെത്ത് റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ ഫോർ എക്സാമ്പിൾ പറയാം, 2 കൺട്രിയുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുവാണ്. ഇന്ത്യയുടെയും ഇനി ചൈനയുടെയും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ ഒരിടത്ത് നോക്കുമ്പം 30 ഉണ്ട്, ഒരിടത്ത് 40% ആണ് ഡെത്ത് റേറ്റ് കാണിക്കുന്നതെങ്കിൽ പക്ഷേങ്കിൽ ഇതിന് നമുക്ക് എക്സാക്ട്ലി അങ്ങനെ നേരിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പൊ ചൈനയിലുള്ള പിള്ളേരുടെ എണ്ണം ചിലപ്പം കുറവായിരിക്കാം കമ്പയർ ടു ഇന്ത്യ. സോ അങ്ങനെ ആ ഒരു നമ്പർ ഓഫ് അവിടെയുള്ള ആളുകളുടെ എണ്ണത്തെ കാരണം ഒരു ചേഞ്ചസ് ഉണ്ടാകാം. അത് കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ വി വിൽ സ്റ്റാൻഡർഡൈസ് ഇറ്റ്.
ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്താ പറഞ്ഞത്? ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2021 എത്ര ഡെത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഇനി വേറൊരു കൺട്രിയിൽ എടുക്കുകയാണെങ്കിൽ ആ കൺട്രിയിലും 2021 എത്ര ഡെത്ത് ഉണ്ടായിട്ടുണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് പറയുക. പക്ഷെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ വന്നിട്ട് വയസ്സായവർ കുറവാണ്, ചൈനയിൽ വയസ്സായവർ കൂടുതലാണ്. സോ അത് കാരണമായിരിക്കും ചൈനയുടെ ക്രൂഡ് ഡെത്ത് റേറ്റ് ഇപ്രാവശ്യം കൂടി നിൽക്കുന്നത്. ബിക്കോസ് അവിടെ 60ക്ക് മേലെയുള്ള ആൾക്കാർ കൂടുതലാണ്, വൈൽ ഇൻ ഇന്ത്യ 60ക്ക് മേലെയുള്ള ആൾക്കാർ കുറവാണ്. സോ നമുക്ക് ക്രൂഡ് ഡെത്ത് റേറ്റ് വെച്ച് രണ്ട് കൺട്രീനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവരെയുള്ള ആ ഓരോ ഏജ് വെച്ചിട്ടുള്ള കാറ്റഗറി ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ യൂസ് ചെയ്യുക. സോ വാട്ട് വി വിൽ ഡു ഹിയർ, നമ്മൾ ഒരു കൺട്രീനെ ഒരു ഫിക്സഡ് ഇതായിട്ട് എടുക്കും. ഒരു കൺട്രിയുടെ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ആ കൺട്രിയുടെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് വെച്ച് വി വിൽ കാൽക്കുലേറ്റ് ദ അതർ കൺട്രീസിന്റെ എക്സ്പെക്ടഡ് ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഡിഫറൻസ്, ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതൊരു വേരിയേറ്റ് ആയിട്ട് വരാം. ബിക്കോസ് രണ്ടിടത്തുള്ള ഡെത്ത് റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിൾ കൂടിയത് കാരണമായിരിക്കും അവരുടെ ക്രൂഡ് ഡെത്ത് റേറ്റ് കൂടിയത്. സോ അത് കാരണം നമുക്ക് ഈ രണ്ട് കൺട്രീനെയും കമ്പയർ ചെയ്യാനായിട്ടൊരു അവിടെ ഒരു ഡിഫിക്കൽട്ടി വരുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡർഡൈസ്ഡ് ഓർ അഡ്ജസ്റ്റ് റേറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ്സ് എന്ന് പറയുക. ക്രൂഡ് ഡെത്ത് റേറ്റ്, സ്പെസിഫിക് ഡെത്ത് റേറ്റ്, കേസ് ഫെറ്റാലിറ്റി റേറ്റ്, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്, സർവൈവൽ റേറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ്. സോ ഇതാണ് നമ്മൾ മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് മെഷർമെന്റ് ഓഫ് മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ, റൈറ്റ്? ഡിസീസ് അല്ലെങ്കിൽ ഒരു സിക്നസ് ഓർ ആൻ ഇൽനസ്, അതിനായിരിക്കും നമ്മൾ ഈ മോർബിഡിറ്റി എന്ന ടേം വെച്ചിട്ട് പറയുക. സോ നമ്മൾ മോർബിഡിറ്റിന് എന്തൊക്കെ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുക? ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, സിവിയറിറ്റി. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു മോർബിഡിറ്റിയിൽ നോക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര പേർക്ക് ആ ഡിസീസസ് ഉണ്ട്, അതിനെ നമ്മൾ 2 കാര്യങ്ങൾ വെച്ചിട്ട് മെഷർ ചെയ്യും. ഇൻസിഡൻസ്, പ്രിവാലൻസ്. സോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര പേർക്ക് ആ ഡിസീസസ് വരുന്നുണ്ട്, ദാറ്റ് വി ക്യാൻ മെഷർ ബൈ ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ്. സെക്കൻഡ് വൺ ഈസ് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ എത്ര ദിവസം ആ ഡിസീസസ് അവർക്ക് അഫക്റ്റഡ് ആവുന്നുണ്ട്, അതിനായിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. തേർഡ് ഈസ് സിവിയറിറ്റി. എത്ര സിവിയർ ആയിട്ട് ആ ഡിസീസ് വരുന്നുണ്ട്. സോ സിവിയറിറ്റി വെച്ച് നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? കേസ് ഫെറ്റാലിറ്റി റേറ്റ് വെച്ചിട്ട് നമുക്ക് സിവിയറിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റും. സോ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ്, ഒരു ഇൽനസ് ഓർ എ സിക്നസ്, അതിനെ നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യും? ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, സിവിയറിറ്റി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് വരുന്നുണ്ടെന്നുള്ളത്? ബൈ ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ് റേറ്റ്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ് എന്താണെന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഡ്യൂറേഷൻ ആൻഡ് സിവിയറിറ്റി. സോ ഇത് 3 ആയിരിക്കും നമ്മൾ ഒരു മോർബിഡിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടെന്ന് പറയുമ്പം നമ്മൾ നോക്കുന്ന 3 കാര്യങ്ങൾ. എത്ര പേർക്കുണ്ട്, എത്രത്തോളം ദിവസം അവർക്ക് ലീവ് എടുക്കേണ്ടി വരുന്നുള്ളൂ, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ആ അസുഖം കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, എത്ര സിവിയർ ആയിട്ട് അസുഖം പോകുന്നുണ്ട്. സിവിയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? കേസ് ഫെറ്റാലിറ്റി റേറ്റ്. എത്ര പേർക്ക് ആ അസുഖം കാരണം മരണം ഉണ്ടാകുന്നുണ്ട്. സോ ദീസ് 3 തിങ്സ് ആയിരിക്കും നമ്മൾ മോർബിഡിറ്റിയിൽ മെഷർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈസ്, ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇൻസിഡൻസും പ്രിവാലൻസിന്റെയും ഡിഫറൻസ് എന്താണെന്ന് പറയാം. ഇപ്പം ഇൻസിഡൻസ് എന്ന് വെച്ചാല് ഇപ്പൊ ക്യാൻസർ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര പുതിയ ക്യാൻസർ പേഷ്യൻസ് ഡയഗ്നോസ്ഡ് ആകുന്നുണ്ട്, അതിനായിരിക്കും ഇൻസിഡൻസ് എന്ന് പറയുന്നത്. 2021 എത്ര പേർക്ക് പുതിയതായിട്ട് ക്യാൻസർ ഡയഗ്നോസ്ഡ് ആയി, അതിനായിരിക്കും ഇൻസിഡൻസ് എന്ന് പറയുന്നത്. വൈൽ പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ 2021 ഓൾ ടുഗദർ പഴയതും പുതിയതും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട്, അതിനായിരിക്കും പ്രിവാലൻസ് എന്ന് പറയുക. അപ്പൊ ഡയബറ്റിക് ആയിക്കോട്ടെ, 2020 അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര പുതിയ പേഷ്യൻസിന് ആ ഒരു പർട്ടിക്കുലർ ഡിസീസസ് വന്നു, അതിനായിരിക്കും ഇൻസിഡൻസ് എന്ന് പറയുക. വൈൽ പ്രിവാലൻസ് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യന്റോ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും പ്രിവാലൻസ്. സോ ഇത് 2 യൂസ് ആയിട്ടായിരിക്കും നമ്മൾ ഫ്രീക്വൻസി നോക്കുന്നത് മോർബിഡിറ്റിയുടേത്. സോ ഇൻസിഡൻസ്, ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിംഗ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ന്യൂ കേസസിനെ ആയിരിക്കും ഇൻസിഡൻസ് എന്ന് പറയുക. പുതിയതായിട്ട് ഉണ്ടാകുന്നതിനായിരിക്കും ഇൻസിഡൻസ് എന്ന് പറയുക.
സോ ഇതിന്റെ യൂസസ് എന്തൊക്കെയായിരിക്കും? ടു കൺട്രോൾ ഡിസീസ് ആൻഡ് ഫോർ റിസർച്ചേഴ്സ്. എന്തിനൊക്കെ? എറ്റിയോളജി, പതോജനസിസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് ഒക്കെ അറിയാനും അതുപോലെ തന്നെ അതിന്റെ പ്രിവെന്റീവ് ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കോവിഡിന്റെ കാര്യം തന്നെ പറയാണ്. സോ കോവിഡ് നോക്കി നമ്മൾ കോവിഡിന് വേണ്ടിയിട്ട് കുറെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്ത് ക്വാറന്റൈൻ പറഞ്ഞു, എല്ലാവരോടും വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്തതിന് ശേഷവും പുതിയ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കോവിഡ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻസിഡൻസ് റേറ്റ് പിന്നെയും കൂടുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ പ്രിവെന്റീവ് മെഷേഴ്സ് എവിടേക്കോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല. അതായിരിക്കും അത് കാണിക്കുന്നത്. സോ നമുക്ക് വീണ്ടും അതിനെ മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓർ എൽസ് എന്തോ വേറൊരു കാര്യം കൂടി ഡിസീസ് സ്പ്രെഡിനുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇതിനെല്ലാം വന്നിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ദിസ് ഇൻസിഡൻസ് റേറ്റ് വിൽ ഹെൽപ്പ് അസ്. സോ അതായിരിക്കും ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് ഈസ് പ്രിവാലൻസ്. പ്രിവാലൻസ് എന്ന് പറഞ്ഞാല് ഓൾ ടുഗദർ ആ ടൈമിൽ, ആ ഒരു പർട്ടിക്കുലർ പീരീഡില് അല്ലെങ്കിൽ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ പർട്ടിക്കുലർ പോപ്പുലേഷനിൽ എത്ര പേർക്ക് അസുഖമുണ്ട്. അത് ഓൾഡ് ന്യൂ ഒന്നും ചോദിക്കുന്നില്ല, ഓൾ ടുഗദർ. സോ രണ്ട് ടൈപ്പിലുള്ള പ്രിവാലൻസ് നമ്മൾ പറയും. പോയിന്റ് പ്രിവാലൻസ് ആൻഡ് പീരിയഡ് പ്രിവാലൻസ്. പോയിന്റ് പ്രിവാലൻസ് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഗീവൺ പോയിന്റ് ഓഫ് എ ടൈം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ടൈമിൽ നോക്കുവാണ് നമ്മളിപ്പം മാർച്ചിൽ എത്ര പേർക്ക് ഉണ്ടെന്ന് മാത്രം നോക്കുവാണെങ്കിൽ അതിനെ പോയിന്റ് പ്രിവാലൻസ് എന്നും, ഒരു 3-4 മാസത്തെ ഗ്യാപ്പിൽ എത്ര പേർക്ക് ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ അതിനെ പീരിയഡ്, ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നോക്കുവാണെങ്കിൽ അതിനെ പീരിയഡ് പ്രിവാലൻസ് എന്നും പറയും. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്രോബ്ലം അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പ്ലാനിങ് നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെയിം തന്നെ വരും ഓൾമോസ്റ്റ്. സോ ഇതായിരിക്കും നമ്മൾ മോർട്ടാലിറ്റി റേറ്റിന്റെ ഫ്രീക്വൻസിനെ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും? ബൈ ദിസ് പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ആയിരിക്കും ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ മെഷർമെന്റ് ഓഫ് മോബിലിറ്റി. സോ നമ്മൾ ഇതുവരെയ്ക്ക് എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എപ്പിഡമോളജി എന്ന് വെച്ചാൽ എന്താണ്. എപ്പിഡമോളജിയിൽ ഒരിക്കലും ഒരു നോട്ട് ഓൺലി ദ എപ്പിഡമിക് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പറ്റി മാത്രമല്ല എപ്പിഡമോളജിയിൽ പറയുന്നത്. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അത് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ക്രോണിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈവൻ മെന്റൽ ഡിസീസസ് എല്ലാം അതിന്റെ കൂടെ ആഡപ്പ് ആയി. ഈ എപ്പിഡമോളജി എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിന്റെ എത്രത്തോളം മാഗ്നിറ്റ്യൂഡിലുള്ള ഡിസീസസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡിലുള്ള ആ ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പീപ്പിൾസിന്റെ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിഡമോളജീസ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിന്റെ മേജർ 3 കമ്പോണൻസ് പറഞ്ഞു. ഡിസീസ് ഫ്രീക്വൻസി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ്. ഡിസീസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? റേറ്റ് ഓർ റേഷ്യോ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസസ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്. ഇപ്പം ഒരു ഡിസീസസ് ഹ്യൂമൻ പോപ്പുലേഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല വരിക. ഈവൻ ക്യാൻസർ തന്നെ പല ഏരിയയിൽ പ്രിഡോമിനന്റ് കൂടുതലായിരിക്കും. ഒരു ഏരിയയിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ക്യാൻസർ ആയിരിക്കില്ല അടുത്ത ഏരിയയിൽ, അത് ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത് വന്നിട്ട് ഈ ഒരു ചേഞ്ചസ് എന്തുകൊണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഇത് അറിയണം അല്ലെ. ലൈക്ക് എന്തുകൊണ്ടാണ് ഇന്നടുത്ത് ഇന്ന ക്യാൻസർ പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്? അതായത് എന്തെങ്കിലും ഒരു എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? എയിം ഓഫ് എപ്പിഡമോളജി എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഈ ഒരു ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട്, അത് വെച്ചിട്ട് ഈ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ കണ്ടുപിടിച്ചത് വെച്ചിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇതിന് മൂന്നിനായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എപ്പിഡമോളജിയുടെ എയിം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് മൂന്നുമായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിഡമോളജി ആൻഡ് ക്ലിനിക്കൽ മെഡിസിൻ എന്താണ്? എപ്പിഡമോളജി ആൻഡ് ക്ലിനിക്കൽ മെഡിസിന്റെ ഡിഫറൻസ്. ക്ലിനിക്കൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് വരുന്നത് ഒരു പേഷ്യന്റ് ആയിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ക്ലിനിക്കിൽ വരാറില്ല അല്ലെ. സോ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന എപ്പോഴും ഒരു ഡിസീസ്ഡ് പേഴ്സൺ ആയിരിക്കും ഫോർ ഹിസ് സിക്നസ്. വൈൽ എപ്പിഡമോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു എപ്പിഡമോളജിസ്റ്റിന്റെ എയിം എന്ന് പറഞ്ഞാല് നോട്ട് ഓൺലി ഫോർ ദ സിക്ക് ബട്ട് ഓൾസോ ഫോർ ദ ഹെൽത്തി ഹ്യൂമൻസ്. ഒരു ഹോൾ പോപ്പുലേഷന് വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും ഈ എപ്പിഡമോളജി നോക്കുക. സിക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ബോത്ത് ദ സിക്ക് ആൻഡ് ഹെൽത്തി ഇൻഡിവിജ്വൽ. പിന്നെ നമ്മൾ മെഷർമെന്റ്സ് ഓഫ് എപ്പിഡമോളജിയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? ഡിഫറെന്റ് ഡേറ്റാസ് അതെ, നമുക്ക് ഡേറ്റ എവിടെ നിന്നൊക്കെ എടുക്കാം? മോർട്ടാലിറ്റി റേറ്റ്, മോബിലിറ്റി റേറ്റ്, ഡിസബിലിറ്റി റേറ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക്
എപ്പിഡമോളജിനെ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പിന്നെ ടൂൾസ് ഓഫ് മെഷർമെന്റ് എങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ പറഞ്ഞു. റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു നോമിനേറ്റർ ഉണ്ടായിരിക്കണം, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കണം, ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കണം. ഒരു റേറ്റ് എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? എപ്പോഴും ഒരു ഒക്കറൻസ് ഓഫ് സം പർട്ടിക്കുലർ ഈവന്റ്, ഒരു പർട്ടിക്കുലർ ഈവന്റിന്റെ ഒക്കറൻസ് എപ്പം ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായ ഒരു പർട്ടിക്കുലർ ഈവന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു റേറ്റ് യൂസ് ചെയ്യുക. വൈഡ് റേഷ്യോ, റേഷ്യോ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. ബട്ട് ദിസ് ന്യൂമറേറ്റർ വോണ്ട് ബി എ പാർട്ട് ഓഫ് ദിസ് ഡിനോമിനേറ്റർ. നമ്മൾ ഈ റേഷ്യോ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് എ റിലേഷൻ ഇൻ സൈസ് ബിറ്റ്വീൻ ടു റാൻഡം ക്വാണ്ടിറ്റീസ്. രണ്ട് റാൻഡം ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഒരു സൈസിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സെക്സിന്റെ കാര്യം പറഞ്ഞു, മെയിൽ ഇസ്റ്റ് ഫീമെയിൽ എത്രയാണ്, ഒരു പർട്ടിക്കുലർ ഒരു ജില്ലയിൽ മെയിൽ എത്ര ഫീമെയിൽ എത്ര, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റില് ഡോക്ടർ ഈസ് ടു പേഷ്യന്റ് റേഷ്യോ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റേഷ്യോ എന്ന കാര്യം യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് ഈസ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ എപ്പോഴും എന്തിനായിരിക്കും? ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡിസീസ് ടു എ പോപ്പുലേഷൻ, അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്യുക. ദെൻ നമ്മൾ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി ഡേറ്റയുടെ കാര്യം പറഞ്ഞു. സോ ഫസ്റ്റ് ഈസ് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റിക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നായിരിക്കും അതിന്റെ ഡേറ്റ കിട്ടുക. ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് മെയിൻലി നമ്മുടെ ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇമ്മീഡിയറ്റ് കോസ് ആൻഡ് അണ്ടർലൈൻ കോസസിന്റെ കാര്യം പറഞ്ഞു. Then the limitations we had already discussed of mortality data. Then morbidity പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിൻലി 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും മോർബിഡിറ്റിക്ക് നോക്കേണ്ടത്? അതിന്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് മോർബിഡിറ്റിയുടേത്, അതുപോലെ തന്നെ അതിന്റെ ഡിസബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ എത്ര നാളുണ്ട്, അതിനൊക്കെ അതിന്റെ ഒരു സിവിയറിറ്റി എത്രയാണ്. സോ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? യൂസിങ് ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡിസീസ് പുതിയതായിട്ടുണ്ടായതും, പ്രിവാലൻസ് ഓൾ ടുഗദർ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര പേർക്ക് ഡിസീസ് ഉണ്ട്, അതിനായിരിക്കും പ്രിവാലൻസ് എന്ന് പറയുക. ദെൻ ഡ്യൂറേഷൻ നമുക്ക് ഡിസബിലിറ്റി റേറ്റ് എന്ന് പറയാം. അതായത് ഒരു എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ ആ സിക്നസ് അവർക്ക് പെർസിസ്റ്റിംഗ് ആയിരുന്നു, അതിനായിരിക്കും നമ്മൾ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ സിവിയറിറ്റി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ബൈ ദ കേസ് ഫെറ്റാലിറ്റി റേറ്റ് യൂസ് ചെയ്തിട്ട് ആ ഡിസീസിന്റെ സിവിയറിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇത് ഇത്രയാണ് മെഷർമെന്റ് ഓഫ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. നമ്മള് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞില്ലേ 3 തരത്തിലുള്ള റിസർച്ച് സ്റ്റഡീസസ് ഉണ്ട് നമുക്ക് ഇതൊക്കെ ഈ 3 കമ്പോണൻസ് അറിയാൻ വേണ്ടിട്ടെന്ന്. സോ അതിനെയാണ് അടുത്ത പറയണത് എപ്പിഡമോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഐ തിങ്ക് നമ്മൾ എസ്പെഷ്യലി ഒരു PG ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നതിനകത്ത് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പല ടൈപ്പ് ഓഫ് റിസർച്ചസ് ഉണ്ട്. ചിലപ്പം ഒബ്സർവേഷണൽ മാത്രമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്തു നോക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിനകത്താണ് എപ്പിഡമോളജിക്കൽ മെത്തേഡ്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എപ്പിഡമോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി അതിന്റെ ക്ലാസിഫൈ ചെയ്ത് സ്ലൈഡ് ഒന്ന് മാറ്റണേ. നെക്സ്റ്റ്. എപ്പിഡമോളജിക്കൽ മെത്തേഡ്സിനകത്ത് മെയിൻലി അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. ഒബ്സർവേഷണൽ ആൻഡ് എക്സ്പെരിമെന്റൽ ആ ടേംസിൽ നിന്ന് നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ അവിടെ എന്തോന്ന് ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വി ആർ നോട്ട് ഇന്റർവൈനിങ്. നമ്മൾ അവിടെ അതിനകത്ത് നമ്മുടേതായിട്ട് അല്ലെങ്കിൽ ഈ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ആള് അതിന്റെ ഇടയ്ക്ക് ഇന്റർഫിയർ ഒന്നുമേ ചെയ്യത്തില്ല. ഹി വിൽ ജസ്റ്റ് ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. അതിനായിരിക്കും ഒബ്സർവേഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. While experimental studies or intervention studies, the name itself saying that we are doing some intervention. അതിനായിരിക്കും experimental studies or intervention studies എന്ന് പറയുക. So this epidemiological methods 2 ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷണൽ സ്റ്റഡീസ്, സ്ലൈഡ് മാറിയിട്ടില്ല. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. സോ ഈ ഒബ്സർവേഷണൽ സ്റ്റഡീസിനകത്ത് നമ്മളായിട്ട് ഒരു ഇന്റർവെൻഷൻ ചെയ്യത്തില്ല. അതിനകത്ത് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം മെയിൻ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആൻഡ് അനാലിറ്റിക്കൽ സ്റ്റഡി. സോ നമ്മുടെ എപ്പിഡമോളജിക്കൽ മെത്തേഡ്സ് ഓർ റിസർച്ച് സ്റ്റഡീസിന് നമുക്ക് മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒബ്സർവേഷണൽ സ്റ്റഡീസ്, എക്സ്പെരിമെന്റൽ സ്റ്റഡി. ഈ ഒബ്സർവേഷണൽ സ്റ്റഡീനെ വീണ്ടും നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആൻഡ് അനാലിറ്റിക്കൽ സ്റ്റഡി. ഇനി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്?
ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് നടക്കുന്നോ അത് അങ്ങനെ പറയുന്ന ഈസ് ലിമിറ്റഡ് ടു ഈസ് എ ഡിസ്ക്രിപ്ഷൻ. എന്താ ഒരു പോപ്പുലേഷനിൽ നോക്കി, ഇപ്പൊ ഞാൻ നോക്കി ഇന്നടുത്ത് ഇത്ര പേർക്ക് കോവിഡ് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുക. വൈൽ അനാലിറ്റിക്കൽ സ്റ്റഡി ഗോസ് ഫർദർ ബൈ അനാലൈസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് അതർ വേരിയബിൾസ്. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി കിട്ടിയ ഡേറ്റാസിനെ കുറച്ചും കൂടെ അനാലിറ്റിക്കലി പോകുമ്പോഴത്തേക്ക്, അതായത് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്നു, ഇങ്ങനെയുള്ള ലെവലിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും അതിനെ അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. സോ മെയിൻലി ദിസ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒബ്സർവേഷണൽ സ്റ്റഡി ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡി. ബൈ ദ നെയിം, അതിനകത്ത് തന്നെ ആ ടേമിൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കും. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ പ്യൂർലി ഒബ്സർവേഷൻ മാത്രമാണ്, നമ്മളായിട്ട് അവിടെ ഇന്റർവെൻ ഒന്നും ചെയ്യുന്നില്ല. വൈ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. ഐ ഗീവ് യു എക്സാമ്പിൾ. ഇപ്പൊ ഞാനൊരു സ്റ്റഡി ചെയ്യാണ്, സ്മോക്കിംഗ് കോസ്റ്റസ് ക്യാൻസർ. ഈ കാര്യം നമുക്കറിയാം, അതായത് സ്മോക്കിംഗ് കാരണം ക്യാൻസർ ഉണ്ടാവുന്നുള്ള ഈ ഒരു ഹൈപ്പോതസിസ് എനിക്ക് പഠിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കുറെ സ്മോക്കേഴ്സിനെ എടുത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരെ സ്റ്റഡി ചെയ്ത് ഞാൻ മനസ്സിലാക്കുവാണ്. ഇപ്പൊ 100 പേര് സ്മോക്കേഴ്സ് ആയിട്ടുള്ള 100 പേരെ എടുത്ത് ഞാനൊരു 5 വർഷം സ്റ്റഡി ചെയ്യുകയാണ്. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അവരോട് സ്മോക്കിംഗ് നിർത്താൻ പറയുന്നില്ല, സ്മോക്ക് ചെയ്യാൻ പറയുന്നില്ല, ഒന്നുമേ ഞാൻ ചെയ്യുന്നില്ല. വാട്ട് ഐ എം ഡൂയിങ്, ഞാനൊരു ഹോസ്പിറ്റൽ ഡേറ്റ എടുത്ത് ഒരു 100 സ്മോക്കേഴ്സിന്റെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അവരെ ഒരു 5 വർഷം ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അവരുടെ ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നു. 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുവാണ് ഈ 100 സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് ക്യാൻസർ വന്നു, എത്ര പേർക്ക് ക്യാൻസർ വന്നിട്ടില്ല. ഇവിടെ ഞാൻ അവരെ മെഡിസിൻ കൊടുക്കുന്നില്ല, ഞാൻ അവരോട് സ്മോക്ക് ചെയ്യാൻ പറയുന്നില്ല, സ്മോക്ക് ചെയ്യേണ്ട പറയുന്നില്ല, എന്റേതായിട്ടുള്ള ഒരു ഇന്റർവെൻഷനും ഇല്ല. വാട്ട് ഐ എം ഡൂയിങ് ഹിയർ, ഐ എം ജസ്റ്റ് ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതായിരിക്കും ഒബ്സർവേഷണൽ സ്റ്റഡീസ്. വൈൽ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ എങ്ങനെയായിരിക്കും, നമ്മൾ യൂഷ്വലി നമ്മൾ കാണാറുള്ളതൊക്കെയാണ് എഫക്ട് ഓഫ് ഫെറമെറ്റിൻ അനീമിയ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഡിസിൻ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ കൊടുത്തിട്ട് അത് എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈവൻ ഒരു മെഡിസിൻ കൊടുക്കണം തന്നെയല്ല, നമ്മള് ഡി അഡിക്ഷൻ അതൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നു. സോ എഫക്ട് ഓഫ് കൗൺസിലിംഗ് ഇൻ ഡി അഡിക്ഷൻ, അവിടെ എന്താണ് ഞാൻ ദിസ് റിസർച്ചർ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആള് ദേ ആർ ഡൂയിങ് സംതിങ്, ആൻഡ് ആ ചെയ്യുന്ന സംതിങ്ങിന്റെ എഫക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മെഡിസിൻ കൊടുത്ത് അതിന്റെ എഫക്റ്റ് നോക്കുന്നു, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുത്ത് അത് കാരണം എത്രത്തോളം മാറ്റം ഉണ്ടായെന്ന് നോക്കുന്നു. അതായിരിക്കും എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ റിസർച്ച് സ്റ്റഡീസ് അത് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. ഒബ്സർവേഷണൽ സ്റ്റഡീസിനെ പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ. ആ പേരിൽ തന്നെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ ജസ്റ്റ് ഒബ്സർവിങ്, എന്താണ് കാണുന്നത്, അതിൽ നിന്നൊരു ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസിലേക്ക് വരുന്നു. വൈൽ അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞാല് ഓൾറെഡി ഉള്ള ഹൈപ്പോത്തസിസിനെ കറക്റ്റ് ആണോ റോങ് ആണോ റൈറ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അനാലിറ്റിക്കൽ. സോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ലിമിറ്റഡ് ടു എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒക്കറൻസ് ഓഫ് എ ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ. ഇപ്പം ഞാൻ നോക്കുവാണ്, കോവിഡിന്റെ കാര്യം തന്നെ എടുക്കുകയാണ്, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് കോവിഡ് എത്രത്തോളം പേർക്ക് വന്നു, ഏത് പോപ്പുലേഷനിൽ കൂടുതലായിട്ട് വന്നു, ആർക്കാണ്, എങ്ങനെയാണ് നോക്കി അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത് മാത്രമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിന്ന് വാട്ട് വിൽ ഇവോൾവ് സർട്ടൻ ഹൈപ്പോത്തസിസ്. ഇതൊക്കെ ആയിരിക്കാം അതിന്റെ കാരണങ്ങൾ എന്നൊരു ഹൈപ്പോത്തസിസിലേക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി വരും. ഇനി ആ ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലിറ്റിക്കൽ സ്റ്റഡി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറെ ക്യാൻസർ പേഷ്യൻസിനെ പഠിച്ചതിന് ശേഷം എനിക്ക് കുറെ സർട്ടൺ ഫീച്ചേഴ്സ് അവിടെ കിട്ടി. സ്മോക്കിംഗ് ഒരു കോസ് ആയിരിക്കാം, അതായത് എന്റെ അത്ര ക്യാൻസർ പേഷ്യൻസിനകത്ത് കുറെ പേര് സ്മോക്കേഴ്സ് ആയിരുന്നു. സോ മേ ബി സ്മോക്കിംഗ് വിൽ ബി എ റീസൺ ഫോർ ക്യാൻസർ. ഇങ്ങനെ എന്റെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ ഞാനൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചു. Then what I'm going to do is I'm going to do an analytical study to prove this hypothesis wrong ആണോ റൈറ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അനാലിറ്റിക്കൽ സ്റ്റഡി ചെയ്യുന്നത്. സോ ഹിയർ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ സ്മോക്കേഴ്സിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിച്ച് അവർക്ക് ക്യാൻസർ വരുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ കുറെ ക്യാൻസർ പേഷ്യൻസിനെ എടുത്തിട്ട് വീണ്ടും ഞാൻ ആ ഒരു സ്മോക്കേഴ്സിനെ തന്നെ എടുത്തിട്ട് അവർക്ക് ക്യാൻസർ ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാം. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും അനലിറ്റിക്കൽ. ഇതെല്ലാം ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓരോ സ്റ്റഡീസും. സോ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡീസ്. ദെൻ എക്സ്പെരിമെന്റിനകത്ത് വരുന്നതായിരിക്കും
RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഓരോ 3 തരത്തിലുള്ള സ്റ്റഡീസ് അതിനകത്ത് വരുന്നുണ്ട്. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, ഫീൽഡ് ട്രയൽ ആൻഡ് കമ്മ്യൂണിറ്റി ട്രയൽ. അതായത് ഒരു മെഡിസിൻ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ അനീമിയയ്ക്ക് മരുന്ന് കൊടുക്കുകയാണ്, ഫെറമെറ്റ്, ഒരു ഗ്രൂപ്പിന് മാത്രം കൊടുക്കുകയാണ്. സോ അത് മേ ബി ഒരു ക്വസ്റ്റ്യൻ വരാം, ഇപ്പൊ എന്റെ മെഡിസിൻ കൊണ്ട് മാത്രമാണോ, അവരുടെ ഡയറ്ററി ചേഞ്ചസ് കൊണ്ട് മാറ്റാം, അങ്ങനെയുള്ളൊരു ക്വയറി വരുന്നുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺട്രോൾ ഗ്രൂപ്പിന് കൂടെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അതായത് ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഞാൻ മെഡിസിൻ കൊടുക്കുന്നു, ബി ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഞാൻ പ്ലാസിബോ കൊടുക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ അവരെ സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് ദെൻ ഐ എം പേയിങ്. കമ്പയർ ടു ദിസ് ബി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പ്ലാസിബോ കഴിച്ചവരെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ മെഡിസിൻ കൊടുത്ത ഗ്രൂപ്പിനാണ് കൂടുതൽ ആക്ഷൻ ഉണ്ടായത്. സോ ദാറ്റ് മീൻസ് അതിന്റെ മെഡിസിന്റെ ആക്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിൽ വരുന്നത്. സോ ദീസ് ഓൾ തിങ്സ് വി വിൽ സ്റ്റഡി ലേറ്റർ. ഓരോ ഡിസ്ക്രിപ്റ്റീവ്, അനാലിറ്റിക്കിനകത്ത് വീണ്ടും 2 ടൈപ്പ് മെയിൻലി വരും. കേസ് കൺട്രോൾ സ്റ്റഡി, കൊഹോർട്ട് സ്റ്റഡി, ദെൻ എക്സ്പെരിമെന്റലിനകത്ത് മെയിൻലി RCT. ഇത് 3 വന്നിട്ട് ഓരോ ടൈപ്പ് ഓഫ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ എനഫ് ഫോർ ടുഡേ. ഡിസ്കഷന്റെ ടൈം ആണ്, ഒരു 10 മിനിറ്റ്. ഡോക്ടർ റോഷ്നി. മാഡം സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറഞ്ഞില്ലേ? അപ്പം ആ സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവര് ഒരു പെർട്ടിക്കുലർ ടൈമില് മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് കാരണം മരണപ്പെട്ടു എന്നൊക്കെ ആയിരിക്കുമല്ലോ. Anything that is specific cause will be there for the death, or specific sex ആയിരിക്കും അവരുടെ ഡെത്ത് ആയത്, അതായിരിക്കും ന്യൂമറേറ്ററി വരുന്നതെന്ന്. ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ മിഡിയർ ആണോ വരുന്നത്, അതോ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂറിങ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം അങ്ങനെയാണോ വരുന്നത് അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട്? ഓക്കെ, സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറയുകയാണെങ്കിൽ, total number of death occurring in a specific age group of population in a defined area during a specific period per 1000 estimated total population of the same age group. ആ സെയിം ഏജിൽ എത്ര പേരുണ്ടായിരുന്നോ അവരില് എത്ര പേര് മരിച്ചു, അതായിരിക്കും ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ 1000 പേരാണ്, 1000 കുട്ടികളാണ് അവിടെ ഉള്ളതെങ്കിൽ അതിനകത്ത് 60 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ 60 ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക, 1000 ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. കേസ് ഫാറ്റാലിറ്റി റേറ്റ് നമ്മൾ എല്ലാ ഡിസീസിനും പറയുന്നുണ്ട്. നമ്മൾ അധികം ഞാൻ പറയില്ല, നമ്മൾ ഈ എപ്പിഡമോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും എപ്പിഡമോളജിക്ക് അല്ലെങ്കിൽ ഇൻഫെഷ്യസ് ഡിസീസിന് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഈ റേറ്റ്സ് എല്ലാം നമ്മൾ എല്ലാ ഡിസീസിനും, നോട്ട് ഓൺലി ഫോർ ദിസ് ഇൻഫെഷ്യസ്, പക്ഷേ ഡിസീസിനും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാത്തിനും പറയുന്നുണ്ട്. അതായത് കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഓഫ് പേഴ്സൺ വിത്തിൻ എ ഗിവൺ ടൈം പീരീഡ്, കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഡിസീസ് വന്ന് എത്ര പീരീഡിനുള്ളിൽ ആ ഡിസീസ് കാരണം കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ഡോക്ടർ ആമിനയുടെ സെഷൻസ് ഇനി ഉണ്ടാകും. പ്രാക്ടീസ് മെഡിസിനിലും പിന്നെ SPM-ലും ഒക്കെ ഡോക്ടറുടെ ക്ലാസ് ഉണ്ടാകും. നമുക്ക് ഈ സൂം അനുവദിച്ചിരിക്കുന്നത് IFPH എന്ന സംഘടനയാണ്. IFPH-നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. കോവിഡ് കാലം മുതൽ ഒരു അന്തർദേശീയ തലത്തിൽ, നമ്മുടെ കേരളത്തിലെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. കേരളത്തിലെ ഹോമിയോപ്പതി അധ്യാപകരുടെ അധ്യാപകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറാണ് അതിന്റെ പ്രസിഡന്റ്. ഡോക്ടർ ബാബുരാജ് ആണ് സെക്രട്ടറി. ഡോക്ടർ ബാബുരാജ് നമ്മുടെ കൂടൊപ്പം ഈ ലിങ്ക് വർക്കിങ്ങിന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. IFPH ആണ് നമുക്ക് ഈ സൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. IFPH